ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ഏറ്റവും വലിയ നേട്ടം കൊയ്ത ഒരു ഇടമാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം. കാരണം ബി.ജെ.പിക്ക് വളരെ കുറഞ്ഞ വോട്ട്, അതായത് 1,90,000 വോട്ടുണ്ടായിരുന്നിടത്താണ് ശോഭാ സുരേന്ദ്രൻ ആ വോട്ടിംഗ് ശതമാനം അല്ലെങ്കിൽ ആ വോട്ടിൻ്റെ എണ്ണം 3,00,000-അടുത്തേക്ക് എത്തിച്ചത്. ഇതുതന്നെ ബി.ജെ.പി. കേന്ദ്രങ്ങളെപ്പോലും ഞെട്ടിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ മുന്നേറ്റമായിരുന്നു. കാരണം ബി.ജെ.പിയുടെ ശക്തമായൊരു പ്രവർത്തനവും മറ്റും ഈ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നടന്നിരുന്നില്ല. എന്നിട്ട് പോലും ശോഭാ സുരേന്ദ്രൻ വലിയ രീതിയിൽ വോട്ട് ഉയർത്തുകയായിരുന്നു. ശോഭാ സുരേന്ദ്രൻ വോട്ട് കൂടിയ മേഖല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കർഷക തൊഴിലാളികളുടെയും ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളി മേഖല, അതോടൊപ്പം തന്നെ കയർ മേഖലയൊക്കെയാണ്. കാരണം CPM-ന് കരുത്തുള്ള മേഖലയിലെല്ലാം ശോഭാ സുരേന്ദ്രൻ വോട്ട് വർദ്ധിക്കുകയായിരുന്നു. CPM-ന് കരുത്തുള്ള നിയമസഭാ മണ്ഡലങ്ങളിലും പഞ്ചായത്തുകളിലുമെല്ലാം ശോഭാ സുരേന്ദ്രൻ ലീഡ് ചെയ്യുന്ന കാഴ്ചയും കാണാൻ കഴിഞ്ഞു. ഇവിടെ CPM-ന് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് CPM-ന്റെ അടിത്തറ എന്ന് പറയുന്നത് കയർ മേഖലയാണ്, കയർ തൊഴിലാളികളാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ യൂണിയനും CITU ആണ്. ഇവിടെ ഈ കയർ തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് BMS അടക്കമുള്ള സംഘടനകൾ സമരരംഗത്തായിരുന്നു. അപ്പോഴെല്ലാം കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രസ്താവന നടത്തുകയായിരുന്നു CITU നേതൃത്വം. പക്ഷേ ഇപ്പോൾ ഈ കാൽച്ചൂട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നു എന്ന് മനസ്സിലാക്കിയ CITU നേതൃത്വം ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതൊരു വലിയ വാർത്ത തന്നെയാണ്. സംസ്ഥാന സർക്കാരിനെതിരെ കേരള കയർ വർക്കേഴ്സ് സെൻറ്റർ CITU ഒരു സമരപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. അതായത് കയർ മേഖലയിലെ തൊഴിലാളി പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കയർ മേഖലയിലുള്ള താലൂക്ക് യൂണിയൻ ഓഫീസുകളിലേക്ക് പ്രകടനവും ധർണയും നടത്താനാണ് ഇപ്പോൾ തീരുമാനം. അതിനൊരു പ്രധാന കാരണമുണ്ട്. ഈ കഴിഞ്ഞ 8 വർഷക്കാലം പിണറായി വിജയൻ സർക്കാരിന് തുടർച്ചയായി 8 വർഷക്കാലം ഈ CPM നേതാക്കൾക്ക് കയർ മേഖലയിലുള്ള നേതാക്കളുമായി ബന്ധങ്ങളൊന്നും തന്നെയില്ലായിരുന്നു. ഈ മേഖലയിലുള്ള തൊഴിലാളി യൂണിയനുകളെല്ലാം തന്നെ നിരവധി പേർ BMS-ലടക്കം ചേരുന്നൊരു കാഴ്ചയും കണ്ടു. തിരിഞ്ഞു നോക്കാത്തിടത്തേക്ക് ഇപ്പോൾ CITU-വിനെ മുൻനിർത്തി CPM കളിക്കുന്ന കളിയാണ് എന്നൊരു വാദം നിലനിൽക്കുന്നു. ഒപ്പം തന്നെ വിഭാഗീയത വളരെ ശക്തമാണ് ആലപ്പുഴയിൽ നിന്നും ചില വാർത്തകൾ പുറത്തു വരുന്നത്. ഏതായാലും CPM-ന്റെ അടിത്തറ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ ശോഭാ സുരേന്ദ്രൻ ഇളക്കിയെങ്കിൽ ഇപ്പോൾ ആ അടിത്തറ പൂർണ്ണമായി തന്നെ തകരുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.